ഹായ് ഫ്രണ്ട്സ്, ഞാൻ ആര്യ. നിങ്ങൾക്ക് ഗാർഡനിങ് ഇഷ്ടമാണെങ്കിൽ ആര്യാസ് ഫാമിലി തോട്ട്സ് എന്ന എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. വീടിനകത്തും പുറത്തും ഒരുപോലെ വളർത്താവുന്ന ചെടിയാണ് സ്നേക്ക് പ്ലാന്റ്. അധികം പരിചരണം ആവശ്യമില്ലാതെ വളരെ ഭംഗിയിൽ വളരുന്നത് കൊണ്ട് തന്നെ ഒട്ടുമിക്ക വീടുകളിലും ഇൻഡോറായിട്ട് ഈ ചെടി ഇടം പിടിക്കുന്നുണ്ട്. എന്നാൽ കാഴ്ചയിലെ ഭംഗിക്ക് പുറമെ ഇവ വളർത്തുന്നതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അന്തരീക്ഷത്തിലെ പല വിഷാംശങ്ങളും വലിച്ചെടുക്കാൻ കഴിവുള്ളവയാണ് ഈ ചെടികൾ. അതിനാൽ ഇവ വീടിനുള്ളിൽ വളർത്തുന്നത് അകത്തളത്തിലെ വായുവിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനൊക്കെ വളരെ സഹായകമാണ്. ഇതിനെല്ലാം പുറമെ വീട്ടിലേക്ക് സമൃദ്ധിയും ആരോഗ്യവും ഐശ്വര്യവും ഒക്കെ കൊണ്ടുവരുന്ന ചെടിയാണിതെന്ന് വിശ്വാസം പറയുന്നുണ്ട്. സാധാരണയായി നമ്മൾ സ്നേക്ക് പ്ലാന്റിൻ്റെ ഒരുപാട് വെറൈറ്റികൾ ഉണ്ടെങ്കിലും നമ്മളിതെല്ലാം തന്നെ മണ്ണിൽ അല്ലെങ്കിൽ പോട്ടിൽ മണ്ണ് നിറച്ചിട്ടാണ് നട്ട് വളർത്തിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും വെള്ളത്തിലും വളരെ സമൃദ്ധമായി വളരുന്ന ഒരു ചെടിയാണിത്. മിക്കവരും വേര് പിടിപ്പിക്കാനായി വെള്ളത്തിലിട്ട് വെക്കാറുണ്ടെങ്കിലും വെള്ളത്തിൽ വളർത്തുന്ന ചെടിയാണിതെന്ന് ഒരുമാതിരി കുറച്ച് പേർക്കെങ്കിലും പുതിയൊരു അറിവായിരിക്കും. വെള്ളത്തിൽ വളരെ ഭംഗിയോടുകൂടി വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ്. എൻ്റെ സ്നേക്ക് പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണ് ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ. നമ്മുടെ ഒരു പെൻസിലിൻ്റെയോ അല്ലെങ്കിൽ പേനയുടെയൊക്കെ കൂട്ടി നല്ല നീളത്തിലുള്ള ഇലകളാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നല്ല ഉരുണ്ട ഇലകളാണ് കേട്ടോ. അപ്പോൾ സാധാരണയായിട്ട് സ്നേക്ക് പ്ലാന്റിൻ്റെ ഇലകൾ മുറിച്ച് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അതേ ചെടി കിട്ടാൻ വളരെ പ്രയാസകരമാണ്. നമുക്ക് സാധാരണ ഒരു വെറൈറ്റി ആയിരിക്കും കിട്ടുന്നത്. എങ്കിൽ ഇതിൻ്റെ ഒരു തണ്ട് മുറിഞ്ഞു പോയപ്പോൾ ഞാൻ വെച്ച് കൊടുത്തതാണ്. ഇതിൻ്റെ ചുവട്ടിൽ നിന്നും പുതിയ തൈകൾ വന്നപ്പോൾ ഞാൻ വെച്ച് കൊടുത്ത ആ മദർ പ്ലാന്റിൻ്റെ അതേ വെറൈറ്റി തന്നെയാണ് ചെടികളായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിനെ ഞാൻ വെള്ളത്തിലേക്ക് മാറ്റാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ആ ഒരു മദർ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നത് കൊണ്ടും ഇൻഡോർ പോട്ടിലായതുകൊണ്ട് ഞാൻ ഇതിനെ വെള്ളത്തിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഞാൻ ഇതിൻ്റെ കുറേ വേറെ വെറൈറ്റീസ് ഒക്കെ ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ മണി പ്ലാന്റും അതുപോലെ തന്നെ നമ്മുടെ റിബൺ പ്ലാന്റ് ഒക്കെ ഇതിന് മുൻപ് വെള്ളത്തിലിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്ത് വെള്ളത്തിൽ വളർത്തുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് നമുക്ക് വെള്ളത്തിലിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണിത്. ഞാനിത് മണ്ണിൽ നിന്നും ഇളക്കിയെടുക്കുകയാണ്. നന്നായിട്ട് വേരൊക്കെ ഇടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഈ ചെറിയ തൈകൾ മാറ്റിയിട്ട് നമ്മൾ ആദ്യമായിട്ട് വെച്ച് കൊടുത്ത ആ തണ്ട് വീണ്ടും ഇതിൽ തന്നെ നട്ട് കൊടുക്കാം എന്ന് ഉദ്ദേശിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പിന്നീട് വേറെ തൈകൾ ഉണ്ടായി കിട്ടുമല്ലോ. പെട്ടെന്ന് തന്നെ തൈകൾ ഉണ്ടാവുന്ന ഒരു ചെടിയാണ്. പക്ഷേ നമ്മൾ നട്ട് കഴിഞ്ഞിട്ട് ഒരുപാട് ആ ഒരു ചെടിക്ക് ഇളക്കം തട്ടുന്ന രീതിയിൽ മണ്ണിളക്കോ അങ്ങനെ ഒന്നും ചെയ്ത് കൊടുക്കാതിരുന്നാൽ മതി. പ്രത്യേകിച്ച് വളങ്ങളൊന്നും ആവശ്യമില്ല. ഇങ്ങനെ വേര് പിടിച്ച് പുതിയ തൈകൾ ഉണ്ടാവാനായിട്ട് മണ്ണും മണലും ചേർത്തൊരു മിശ്രിതത്തിൽ വെച്ച് കൊടുത്താൽ മതി. ചകിരിച്ചോറിലും വേര് പിടിപ്പിക്കാൻ തൈകൾ ഉണ്ടാക്കാം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഞാനങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ആദ്യം നമുക്കത് നന്നായിട്ടൊന്ന് വെള്ളത്തിൽ കഴുകിയെടുക്കണം. നമ്മൾ വെള്ളത്തിൽ വെക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു മണ്ണിൻ്റെ ചെളിയുടെ ഒന്നും ആവശ്യമില്ല. നമ്മൾ വേറെ പോട്ടിലേക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ മണ്ണ് പ്രത്യേകിച്ച് ഇളക്കി കളയാൻ നിൽക്കേണ്ട. ഇതേ മണ്ണോടുകൂടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചെടികൾക്ക് പെട്ടെന്നൊന്ന് വളർന്ന് കിട്ടാനുള്ളൊരു സൗകര്യമാകും. ഇതിപ്പോൾ വെള്ളത്തിലേക്ക് മാറ്റുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ചെളിയൊന്നും ആവശ്യമില്ല. വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. ഈ മണ്ണ് ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ആദ്യം വെച്ച് ആ ഒരു തണ്ട് അടർത്തി മാറ്റിയിട്ട് മണ്ണിലേക്ക് തന്നെ നടാം. നന്നായിട്ട് കഴുകിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ വേരുകളൊക്കെ അങ്ങനെ പൊട്ടിപ്പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച് ഉണ്ടാക്കിയ വേരുകളല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു വേര് കുറച്ച് കഴിയുമ്പോൾ അഴുകിപ്പോകാനുള്ളൊരു സാധ്യതയുണ്ട്. വെള്ളത്തിലാകുമ്പോൾ അത് പിന്നീട് പുതിയ വേരുകൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. എങ്കിലും ഞാൻ ഈ വേരുകളൊന്നും കട്ട് ചെയ്യാതെ തന്നെയാണ് വെള്ളത്തിലേക്ക് വെക്കുന്നത്. ഇതിൽ നിന്ന് ഞാൻ ആദ്യം ഈ അടർത്തിയെടുത്ത ഈ ഒരു ചെറിയ പ്ലാന്റ് ഇല കണ്ടില്ലേ, ഇങ്ങനെ ആദ്യത്തെ ഇല വരുമ്പോൾ ഞാൻ കരുതിയത് സാധാരണ ഒരു വെറൈറ്റി ആയിരിക്കും ഉണ്ടാകുന്നതെന്നായിരുന്നു. പക്ഷേ പിന്നീടുള്ള ഇലകൾ വന്നപ്പോൾ തന്നെ മദർ പ്ലാന്റ് അതേ വെറൈറ്റി ഈ ചെടി എനിക്ക് ഉണ്ടായി കിട്ടി. ഇങ്ങനെ എപ്പോഴും ഉണ്ടാവാറില്ല കേട്ടോ. നമ്മൾ റയർ പ്ലാന്റിൻ്റെയൊക്കെ ഇലകൾ വെച്ച് കൊടുത്താൽ ഒരു യെല്ലോയിഷ് കളറുള്ള സാധാരണ സ്നേക്ക് പ്ലാന്റിൻ്റെയൊക്കെ ഇലകൾ വെച്ച് കൊടുത്താൽ നമുക്ക് ആ ഗ്രീനിഷ് കളറിലുള്ള ചെടികളാണ് ഒട്ടുമിക്ക സമയത്തും ഉണ്ടായി കിട്ടുന്നത്. ഇനി നമുക്കിതൊന്ന് അടർത്തിയെടുക്കണം കേട്ടോ. അടർത്തിയെടുത്തിട്ട് ഈ ഭാഗം ഞാൻ വീണ്ടും മണ്ണിലേക്ക് തന്നെ വെക്കുകയാണ്. ഇതിൽ പുതിയതായിട്ട് നോഡിൽ നിന്നൊക്കെ പുതിയതായിട്ട് വേരുകളൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. പുതിയ പ്ലാന്റുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതങ്ങനെ തന്നെ നമുക്ക് മണ്ണിലേക്ക് വെക്കാം. ബാക്കിയുള്ള ഭാഗം നമുക്ക് വെള്ളത്തിലേക്ക് വെക്കാനാണ്. വെള്ളത്തിലേക്ക് വെക്കുമ്പോൾ നമ്മൾ ഈ ഒരു വേരുകളൊന്നും ഞാൻ കട്ട് ചെയ്ത് കളയുന്നില്ല. ഈ ചെറിയ ചെടികളാണ് വെള്ളത്തിലേക്ക് വെക്കുന്നത്. വെള്ളത്തിൽ വെക്കുമ്പോൾ നമുക്ക് ഒന്ന് അലങ്കരിക്കാനായിട്ട് കുറച്ച് പെബിൾസ് ഒക്കെ ഇട്ട് കൊടുക്കാം. ഒരുപാട് വലിയ പോട്ടിൻ്റെ ഒന്നും ആവശ്യമില്ല. ചെറിയൊരു ഗ്ലാസിൻ്റെ ടംബ്ലറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചെറിയ പാത്രങ്ങളിലൊക്കെ ആകുമ്പോൾ നിറച്ച് പെബിൾസ് ഒക്കെ ഇട്ട് ഒരു വെറൈറ്റി ലുക്കാണ്. ഇൻഡോറിൽ നമ്മളിങ്ങനെ ടേബിൾ ടോപ്പിലൊക്കെ വെക്കുമ്പോൾ ഞാനിതൊന്ന് അറേഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപാട് ടോപ്പിൽ, അതായത് കല്ലുകൾക്ക് മുകളിലേക്ക് വെള്ളം നിൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന ഈ ഒരു കല്ലിന് മുകളിലേക്ക് വെള്ളം നിന്നാൽ കൊതുകുകളൊക്കെ പെട്ടെന്ന് മുട്ടയിട്ട് പെരുകാനുള്ള ഒരു കാരണമാകും. അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നീട് നമ്മൾ ഈ പെബിൾസ് ഇട്ട് കൊടുക്കുമ്പോൾ വളരെ ഇടിച്ചൊതുക്കിയൊക്കെ വെക്കാതെ വളരെ സോഫ്റ്റായിട്ട് ഓരോരോ കല്ലുകളായിട്ട് പതിയെ വെച്ച് കൊടുക്കുക. അതിൻ്റെ ഇടയിലൂടെയൊക്കെ ഇതിന് വേരുകൾ ഓടാനുള്ളൊരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം. ഒരുപാട് കുത്തി നിറച്ച് വെക്കേണ്ട ആവശ്യമില്ല. ഇതിന് മുൻപ് തന്നെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ. അപ്പോൾ വളരെ ഭംഗിയായിട്ട് നമുക്ക് വെള്ളത്തിൽ സെറ്റ് ചെയ്ത് വളർത്താവുന്നതാണ്. വേരുകളൊക്കെ വന്നിട്ട് ഇതിൽ നിന്ന് തന്നെ പുതിയ തൈകളൊക്കെ ഉണ്ടാവുകയും ചെയ്യും കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും. അതിനായിട്ട് നമ്മൾ
ശ്രദ്ധിക്കേണ്ടത് കല്ലുകൾ ഒരുപാട് അടുക്കിയിട്ട് കൊടുക്കാതിരിക്കുക, ഇടയ്ക്കൊക്കെ ഗ്യാപ്പ് കൊടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് തന്നെ തൈകളുണ്ടാവും. ഒരു പ്രത്യേക വെറൈറ്റി ലുക്കാണ് ഇൻഡോറിൽ നമ്മൾ വെള്ളത്തിൽ ഈ ഒരു ചെടികളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം എന്നുണ്ടെങ്കിൽ. മണ്ണ് നിറച്ച പോട്ടിൽ ബെഡ്റൂമിലൊക്കെ പ്ലാന്റ് വെക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമ്മുടെ ബെഡ്റൂമിലൊക്കെ വിശ്വസിച്ച് വെക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ്. എല്ലാവരെയും ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും ഒരു വീഡിയോ കാണുന്നത് വരെ ബൈ.